പ്ലേബാക്ക് സിംഗർ റൗണ്ട് ആണ് വരുന്നത്. കൃഷ്ണകുട്ടിയാണ്. വെൽക്കം കൃഷ്ണ. എന്തോ അടിപൊളിയായി പോകുന്നു. അടിപൊളിയായിട്ട് പോകുന്നു. നല്ല ഡ്രസ് കേട്ടോ. താങ്ക് യു. ബ്യൂട്ടിഫുൾ ഡ്രസ്. ആര് വാങ്ങിച്ചു തന്നു? ഇതെനിക്ക് എന്റെ വീടിന്റെ എന്റെ കുടുംബക്കാരെ എനിക്ക് ഗിഫ്റ്റ് എന്താ. വീടിന്റെ അടുത്തുള്ള ഒരു ആന്റി പറയാൻ വന്നാണ്. അല്ല എന്റെ മാമയുടെ മാമന്റെ ഏട്ടൻ. കുടുംബക്കാര്. മാമന്റെ ഏട്ടൻ. മാമിയുടെ മാമന്റെ ഏട്ടൻ. അല്ല സോറി, മാമന്റെ ഏട്ടൻ. അതും വേറൊരു മാമനല്ലേ? ഒന്ന് നില ഉറപ്പിക്കും. എന്റെ അച്ഛന്റെ പെങ്ങളില്ലേ? ഉണ്ടോ? ഉണ്ട്. പെങ്ങളിന്റെ ഭർത്താവിന്റെ ഏട്ടൻ തന്ന ഗിഫ്റ്റാണ്. വല്ലാത്ത കണക്ഷൻ ആയി പോയി മക്കളെ. കാരണം നമ്മളിപ്പോ ചിന്തിച്ചോണ്ടിരുന്ന് കഴിഞ്ഞാൽ ഈ പാട്ട് കേൾക്കാനുള്ള നേരം കിട്ടും. ഏതാ കുഞ്ഞു പാടുന്നേ? ഞാന് ഒന്നാനാം കുന്നിനുമേലെ കൈതോല കൂടും കുട്ടി. കിളിച്ചുണ്ട മാമ്പഴം അല്ലേ? അതെ. അപ്പൊ അത് ഡ്യുവറ്റ് അല്ലേ മോളെ? അതെ. ആരാണ്? ശ്രീകാന്ത് അങ്കിൾ. ശ്രീകാന്ത് അങ്കിളോ? ശ്രീകാന്ത് അങ്കിൾ വിളിച്ചാലോ? വിളിക്കാം. വെൽക്കം ശ്രീകാന്ത് ഏട്ടൻ. പക്ഷെ പാവം ചെക്കൻ പേടിച്ചു. എന്തിനാ മക്കളെ അങ്ങനെയൊക്കെ പൊളിക്കുന്നത്? ഞാൻ ആദ്യം സാറിനാണെന്ന് വിളിക്കാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അത് മതിയായിരുന്നെങ്കിൽ അതായിരുന്നു അവൻ ഇത്രയും വിഷമിക്കത്തില്ലായിരുന്നു. മെന്റലി ഹേർട്ട്. അത് കുഴപ്പമില്ല, എന്തെങ്കിലും ആയിക്കോട്ടെ, എന്തെങ്കിലും വിളിച്ചല്ലോ. ശ്രീകാന്തേ, എന്തുണ്ട്? സുഖം. പിന്നെയും കണ്ടു. പിന്നെയും കാണും. അതെ, കുറെ സന്തോഷം. നിന്റെ ഈ വേഷം എനിക്ക് ഇഷ്ടപ്പെട്ടു. വെരി ഗുഡ്. ഏത് രീതിയിലാണ് പറഞ്ഞെന്നുള്ള നമുക്കൊരു സംശയം വരും. അണ്ണാച്ചി പറയുന്നുണ്ട് ഈ വേഷം എനിക്ക് കുറച്ച് ഇഷ്ടപ്പെട്ടു. അല്ല, ഞാൻ സീരിയസ് ആയിട്ട് പറഞ്ഞ വെരി നൈസ്. ഒരു ക്ലാസ് ഉണ്ട് അതിന്. സത്യം. പിന്നെ സത്യം, അമ്മ സത്യം. വീണ്ടും വീണ്ടും പറയുമ്പോ എനിക്ക് നിന്നെ അങ്ങനെ ഇപ്പൊ ഞാൻ അത്ര സൂചിപ്പിച്ചിട്ട് കാര്യം വല്ലതും ഉണ്ടോ? അപ്പൊ ഇത് സത്യം, എനിക്ക് സത്യമായിട്ട് ഇഷ്ടപ്പെട്ടു, അതുകൊണ്ട് പറഞ്ഞത്. കൊള്ളാം. രസമുണ്ട്. ഉഗ്രൻ സോങ് സെലക്ഷനാണ്. തകർക്കണം. മോൾക്ക് നല്ലൊരു സിംഗറാണ് കൂടെ ഉള്ള പാടാൻ. ഒരുപാട് കാര്യങ്ങൾ പഠിക്കാറുണ്ട് ഈ ചേട്ടൻ നിന്ന്. ശ്രീകാന്തെ, അതുപോലെ ശ്രീകാന്തിന് നല്ലൊരു സിംഗറാ കൂടെ ഉള്ളത്. കൃഷ്ണമോള് നമ്മുടെ അതെ അതെ നമ്മുടെ ഇടിവെട്ട് സിംഗറാണ്. സ്പെഷ്യലി ഹൈ റേഞ്ച് ഒക്കെ എന്ത് ഭംഗിയായിട്ട് പാടുന്നറിയോ? അവിടെ പൊന്മുടിയില്ല പാടാൻ വേണ്ടി മാത്രം ഇറങ്ങി വരും, എന്നിട്ട് തിരിച്ചങ്ങ് പുലിയൊക്കെ ഇറങ്ങുന്നതാണ്.